അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും ഖബൂലാക്കി തരുമാറാകട്ടെ. ഒരു സ്വാലിഹായ അമലാക്കി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഈ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ എല്ലാ മുറാദുകളും നീ ഹാസുലാക്കി കൊടുക്കണേ അല്ലാഹ്. സകല വിഷമങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കടങ്ങൾ ബാധിച്ച ഒരുപാട് ആളുകളുണ്ട്. സാമ്പത്തികമായ എല്ലാ പ്രയാസത്തിൽ നിന്നും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ അല്ലാഹ്. ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ മജ്ലിസിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് അമല് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് വിഷമങ്ങളാൽ പ്രയാസപ്പെടുന്ന ആളുകളാണ് എൻ്റെ മജ്ലിസ് കാണുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും. സാമ്പത്തികമായ വല്ലാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, വീട് ഉണ്ടാക്കിയതിൻ്റെ പേരിൽ കടം ബാധിച്ചവരുണ്ട്. അതുപോലെ തന്നെ മക്കളുടെ കല്യാണത്തിൻ്റെ പേരിൽ കടം ബാധിച്ചവരുണ്ട്. ഇതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളാൽ ഒരുപാട് കടങ്ങളിലായി ജീവിക്കുന്ന ആളുകൾ. ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷത്തോടുകൂടിയും വളരെ പ്രതീക്ഷയോടുകൂടിയും ഉണ്ടാക്കിയ ഒരു സ്ഥാപനത്തിൽ കടം കയറിയതിൻ്റെ പേരിൽ വല്ലാതെ വിഷമിച്ച ഒരു കുടുംബം എന്നെ വിളിക്കുകയുണ്ടായി. ഇങ്ങനെ സാമ്പത്തികമായ പല പ്രയാസങ്ങളും അനുഭവപ്പെടുന്ന ആളുകൾ എൻ്റെ മജ്ലിസ് കാണുന്ന ആളുകളിലുണ്ട്. ഇങ്ങനെ വല്ലാതെ മനസ്സിന് വേദനയുണ്ടാകുന്ന വിഷയങ്ങളിൽ നിന്ന്, നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് നമുക്കൊരു രക്ഷ നേടാൻ, നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പരിഹാരം ലഭിക്കും എന്ന ഉറപ്പുള്ള ഒരു അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ മജ്ലിസിലൂടെ പറയുന്നത്. ഈ അമല് വളരെ ചെറിയ ഒരു അമലാണെങ്കിൽ പോലും ഇത് ചെയ്താൽ ഇതിൻ്റെ പ്രതിഫലം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഏതൊരു വിഷയത്തിലേക്ക് ഇറങ്ങുന്ന സമയത്തും, ഒരു കല്യാണത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത്, നമ്മുടെ മക്കളുടെ കല്യാണം നമ്മൾ നടത്താൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത ടെൻഷനായിരിക്കും, വല്ലാത്ത പ്രയാസമായിരിക്കും. നമുക്ക് ഈ കല്യാണം നടത്താൻ ആവശ്യമായ പണത്തിന് വേണ്ടി നമ്മൾ വല്ലാതെ പ്രയാസപ്പെടും. അതല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്ത്, ഒരു കച്ചവടം ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നതിൻ്റെ പേരിൽ നമുക്ക് വല്ലാത്ത വിഷമമായിരിക്കും. അപ്പോൾ മക്കളുടെ കല്യാണം നമുക്ക് നടത്താൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അതിനു വേണ്ട സാമ്പത്തിക സ്ഥിതി നമുക്കുണ്ടാകൂല. നമ്മുടെ അടുത്ത് പണം ഒരുപാട് ഉണ്ടാകണമെന്നില്ല. പക്ഷേ എന്നാലും അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലി എന്ന ഈ സ്വലാത്ത് വളരെ ചെറിയ ഒരു സ്വലാത്താണ്. ഫാത്തിമിയ സ്വലാത്ത് എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഫാത്തിമിയ സ്വലാത്ത് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ചൊല്ലിയ സ്വലാത്തായിരുന്നു. വളരെ മഹത്വമേറിയ, ഇത് നമുക്ക് ഉറപ്പായിട്ടും ഫലം ലഭിക്കുമെന്ന് ഉറപ്പ് നൽകാൻ പറ്റുന്ന ഒരു സ്വലാത്താണ്. ഈ സ്വലാത്ത് നമ്മൾ ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് അമലായി പറഞ്ഞുകൊടുത്ത് അവരുടെ സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്ന് അവർക്ക് മോചനം ലഭിച്ചിട്ടുണ്ട്. ഈ കല്യാണത്തിൻ്റെ വിഷയം ഞാൻ എടുത്തു പറയാൻ കാരണം, കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുമ്പ് ഒരു ഉപ്പ ഇവിടെ വന്നുകൊണ്ട് ഒരു മകളുടെ കല്യാണത്തിന് വേണ്ടി വല്ലാത്തൊരു വിഷമം അറിയിക്കുകയുണ്ടായി. കല്യാണത്തിന് വേണ്ട സാമ്പത്തികമായിട്ടുള്ള ഒരു നിലക്കും ആ ഉപ്പാൻ്റെ കയ്യിൽ പണമായിട്ടോ അതല്ലെങ്കിൽ സ്വർണമായിട്ടോ മറ്റൊന്നും ആ ഉപ്പാൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഉപ്പാൻ്റെ മുന്നിൽ മറ്റൊരു മാർഗവുമില്ല. പ്രായമായ മക്കളെ നമ്മൾ കല്യാണം കഴിച്ച് വിടണമല്ലോ. അങ്ങനെ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഒരു അമല് ഞാൻ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലിഹി എന്ന സ്വലാത്ത് 1,00,000 തവണ, വളരെ കുറച്ച് സമയം മതി. നമ്മൾ കേൾക്കുന്ന സമയത്ത് 1,00,000 എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ബേജാറായി പോകും. അതിൻ്റെ ആവശ്യമില്ല. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റുന്ന ഒരു അമലാണ് അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലി. ഒരു കാര്യം ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഈ ഉപ്പാക്ക് ഈ മകളുടെ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം ഈ ഉപ്പാൻ്റെ കയ്യിൽ സാമ്പത്തികമായി കുറച്ച് പണം ബാക്കി വന്നു. സാമ്പത്തികമായി കടങ്ങൾ ഒന്നും വരാതെ തന്നെ ഈ ഉപ്പാക്ക്
ഈ കല്യാണം നടത്തി കൊടുക്കാൻ സാധിച്ചു. എന്താ കാരണം? അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലി. ഈ സ്വലാത്തിന് അള്ളാഹു ഒരുപാട് മഹത്വം നൽകിയിട്ടുണ്ട്. ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലോ, കടങ്ങൾ ബാധിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് വീട്ടാൻ ഒരു മാർഗവുമില്ലാതെ നമ്മൾ ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ പ്രശ്നത്തിന് അള്ളാഹു നമുക്ക് പരിഹാരം നൽകും. 1,00,000 തവണ നമ്മൾ നേർച്ചയാക്കുക, എൻ്റെ ഈ കടത്തിൽ നിന്ന് എനിക്കൊരു മോചനം ലഭിക്കണം, എൻ്റെ പലിശയിൽ നിന്ന് എനിക്കൊരു മോചനം ലഭിക്കണം, സാമ്പത്തികമായ എൻ്റെ ബുദ്ധിമുട്ടിൽ നിന്ന് എനിക്കൊരു മോചനം ലഭിക്കണം, എൻ്റെ സ്ഥലം എനിക്ക് വിറ്റുപോകണം, അതല്ലെങ്കിൽ എനിക്ക് കിട്ടാനുള്ള സമ്പത്ത് എനിക്ക് കിട്ടണം. അഥവാ നമ്മുടെ കൽബിലുള്ള ഒരു പ്രയാസം എന്താണോ, ഒരു പ്രയാസം അള്ളാഹു നമുക്ക് മാറ്റിത്തരും, ഒരു വിഷമം അള്ളാഹു നമുക്ക് മാറ്റിത്തരും. നമ്മൾ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പണം നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടാകും. ഒരാൾ നമുക്ക് കുറച്ച് ക്യാഷ് നമുക്ക് തരാനുണ്ടാകും, ഒരു 10 ലക്ഷം രൂപ. അത് കിട്ടിയാൽ ഈ കല്യാണം നമുക്ക് നടത്താമെന്ന് വിചാരിച്ച് അതൊരു പക്ഷെ നമുക്ക് കിട്ടിയെന്ന് വരില്ല. എന്നാലും ഈ കല്യാണത്തിൻ്റെ സമയത്ത് ഇത് നടത്താൻ ആവശ്യമായ സമ്പത്ത് അത് അള്ളാഹു നമ്മുടെ കരങ്ങളിൽ മറ്റേതെങ്കിലും ഒരു മാർഗത്തിലൂടെ അള്ളാഹു നമുക്ക് എത്തിച്ചു തരും. നമുക്ക് കിട്ടാനുള്ള ക്യാഷ് കിട്ടിയിട്ടുണ്ടാകില്ല, എന്നിരുന്നാലും നമ്മുടെ ഈ പ്രശ്നം അല്ലാഹു പരിഹരിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ ഒരു പ്രയാസം, ഒരു പ്രശ്നം നമുക്ക് മാറ്റിക്കിട്ടാൻ വേണ്ടി അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലി എന്ന സ്വലാത്ത് നമ്മൾ 1,00,000 തവണ നമ്മൾ നിയ്യത്ത് വെച്ച് നമ്മൾ നേർച്ചയാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുക. എൻ്റെ സാമ്പത്തികമായ ഈ പ്രയാസം എനിക്ക് തീർന്നു കിട്ടണം എന്ന നിയ്യത്തോടുകൂടി നമ്മൾ ഈ അമല്, ഈ സ്വലാത്ത് നമ്മൾ 1,00,000 തവണ നമ്മൾ നേർച്ചയാക്കി ചെയ്യുക. അള്ളാഹു അതിൽ നിന്ന് നമുക്ക് മോചനം നൽകും. നമ്മുടെ ഒരു വിഷമം അള്ളാഹു നമുക്ക് മാറ്റിത്തരും, അതിൽ ഒരു സംശയവുമില്ല. ഈ സ്വലാത്തിന് അത്രയും മഹത്വമുള്ള സ്വലാത്താണ്. ഈ മജ്ലിസിൽ നിന്ന് നമ്മൾ ഏതൊരു അമല് കൊടുക്കുന്ന സമയത്തും ഞാൻ സൂചിപ്പിക്കുന്നത് പോലെ ഇവിടെ വന്നുകൊണ്ട് ഈ മജ്ലിസിൽ നിന്ന് വിഷമങ്ങൾ അറിയിക്കുന്നവർക്ക് നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്ന ഓരോ അമലുകൾ, ഇതിൽ നിന്ന് ആളുകൾക്ക് ഫലം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് നമ്മൾ ഓരോ അമലുകളും പറയുന്നത്. അള്ളാഹുവേ, ഞങ്ങളുടെ സകല കടങ്ങളും നീ വീട്ടിത്തരണേ അല്ലാഹ്. സാമ്പത്തികമായ പല പ്രയാസങ്ങളുള്ളവരാണ് ഞങ്ങൾ, എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ്. അതുപോലെ തന്നെ ഞങ്ങളിൽ രോഗങ്ങൾ ബാധിച്ചവരുണ്ട്. അള്ളാഹുവേ, ആ രോഗങ്ങൾക്കെല്ലാം നീ ശിഫ നൽകണേ അല്ലാഹ്. മക്കളുടെ ദുസ്വഭാവം കാരണം ബുദ്ധിമുട്ടുന്ന രക്ഷിതാക്കളുണ്ട്, മക്കൾക്ക് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന രക്ഷിതാക്കളുണ്ട്, മക്കളുടെ കല്യാണം ശരിയാവാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹുവേ, എല്ലാ വിഷമങ്ങൾക്കും ഈ സ്വലാത്തിനെ നീ പരിഹാരമാക്കി കാണിച്ചു തരണേ അല്ലാഹ്. ഈ മജ്ലിസിനെ ഒരു ഷിഫാഇന്റെ മജ്ലിസായി നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ഈ അമല് ജീവിതത്തിൽ ചെയ്യുക. ഇതിൽ നമ്മൾ നല്ല നെയ്യത്തോടുകൂടി ഇഖ്ലാസോടുകൂടി നമ്മൾ ഈ 1,00,000 സ്വലാത്ത് നമ്മൾ നേർച്ചയാക്കി വെക്കുക. വളരെ കുറച്ച് സമയം മതി. നമ്മുടെ ഒരു വിഷമം, നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം, അത് അള്ളാഹു നമുക്ക് നിർബന്ധമായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയിരിക്കും ഇൻഷാ അല്ലാഹ്. അത്രയും മഹത്വമുള്ള സ്വലാത്താണ് ഈ അമല്. ഓരോ ആളുകളും ജീവിതത്തിലൊന്ന് പതിവാക്കി നോക്കുക, ഇതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും. അത് തീർച്ചയാണ്. നല്ല വിശ്വാസത്തോടുകൂടി ഈ പ്രയാസം മാറിക്കിട്ടാൻ വേണ്ടി ഈ അമല് ചെയ്യുക. അള്ളാഹു നമ്മുടെ സകല അമലുകളും സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.